ഇപ്പോഴും ആ അപകടത്തിൻ്റെ ഞെട്ടലിൽ ഈ 4 കുഞ്ഞുങ്ങളും നഷ്ടമായി എന്നുള്ള ഞെട്ടലിൽ, ആ നടുക്കത്തിൽ നിന്ന് മാറാൻ ആ നാടിന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഈ ദൃശ്യങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത്. കണ്ണീരോടുകൂടിയല്ലാതെ ഒരാൾക്കും കണ്ടു നിൽക്കാൻ സാധിക്കാത്ത ദൃശ്യങ്ങളിലൂടെ, സമയങ്ങളിലൂടെയാണ് എല്ലാവരും കടന്നു പോകുന്നത്. ഇന്നലെ വൈകിട്ട് ഏകദേശം 4 മണിയോടുകൂടിയാണ് ഈ കുട്ടികളുടെ ജീവനെടുക്കുന്ന അതിദാരുണമായ അപകടം ഉണ്ടാകുന്നത്. കരിമ്പ ഹയർ സെക്കൻഡറി സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥികളാണ് ഈ മരിച്ച 4 കുട്ടികളും. റിത, നിത, ആയിഷ, ഇർഫാന എന്നാണ് ഈ മരിച്ച കുട്ടികളുടെ പേര്. ഒരു പരീക്ഷ കഴിഞ്ഞ് മടങ്ങി വരും വഴിയാണ് ഇത്തരത്തിൽ അതീവ ദാരുണമായ ഒരു നാടിനെ ആകെ ഉലച്ചു കളഞ്ഞ അപകടമുണ്ടാകുന്നത്. 4 കുടുംബങ്ങളുടെ പ്രതീക്ഷയ്ക്ക് മങ്ങലേൽക്കുന്നത്. കുട്ടികളുടെ മുകളിലേക്ക് സിമൻറ്റ് ലോറി മറിയുകയായിരുന്നു. എന്തായാലും ആ കുരുന്നുകൾക്ക് കണ്ണീരോടെ വിട നൽകുകയാണ് ആ നാട്. ഇനി അത് മാത്രമാണ് ആ നാടിന്, ആ കുഞ്ഞുങ്ങളോട് ചെയ്യാൻ ബാക്കിയുള്ളത്. എപ്പോഴും ഒന്നിച്ചുണ്ടായിരുന്ന 4 കുഞ്ഞുങ്ങളായിരുന്നു എന്നുള്ളതാണ് നാട്ടിലുള്ളവർ ആ കുഞ്ഞുങ്ങളെക്കുറിച്ച് ഓർമ്മിച്ചെടുക്കുന്നത്. 5 പേരുടെ ഒരു സംഘമായിരുന്നു ഇവർ. അതിലൊരു കുഞ്ഞു മാത്രമാണ് രക്ഷപ്പെട്ടത്. ബാക്കി 4 പേരെയും ആ അപകടം കൊണ്ടുപോവുകയായിരുന്നു. എപ്പോഴും ഒന്നിച്ചുണ്ടായിരുന്ന, കുഞ്ഞിലെ മുതൽ ഒരുമിച്ച് കളിച്ച് വളർന്ന കുട്ടികളാണ്. പഠിക്കാനൊക്കെ മിടുക്കരായിരുന്നു എന്നുള്ളതാണ്. വലിയ പ്രതീക്ഷയോടുകൂടി അവയുടെ വലിയ വാഗ്ദാനങ്ങളാകുമെന്നൊക്കെ ആ നാട്ടുകാരും വീട്ടുകാരും സ്കൂളും ഒക്കെ കരുതിയിരുന്ന 4 മക്കളാണ് ഒരേപോലെ ആ നാടിനെ വിട്ടു പിരിഞ്ഞു പോകുന്നത്. ഇപ്പോൾ വീടുകളിലുള്ള പൊതുദർശനമാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 2 മണിക്കൂർ വീടുകളിൽ പൊതുദർശനമുണ്ടാകും. അതിനുശേഷം ഹാളിലേക്ക് ഈ മൃതദേഹം മാറ്റും. പിന്നീട് അവിടെയായിരിക്കും പൊതുദർശനം. അതിനുശേഷമായിരിക്കും ഖബറടക്കമുണ്ടാവുക. 4 പേരെയും ഒരുമിച്ച് തന്നെ മറവ് ചെയ്യുക എന്നുള്ളതാണ് തീരുമാനം. ഉച്ചയ്ക്ക് മുൻപേ ഇത്തരത്തിലുള്ള എല്ലാ ചടങ്ങുകളും പൂർത്തിയാക്കും എന്നുള്ളത് തന്നെയാണ്. ശാന്തകുമാറുണ്ട്. ശാന്തകുമാർ നിതയുടെ വീട്ടിലാണ്. ശാന്തകുമാർ, എങ്ങനെയാണ് പൊതുദർശനം പുരോഗമിക്കുന്നത്? നിതയുടെ വീട്ടിലാണ് ഇപ്പോഴുള്ളത്. നിതയുടെ വീട്ടിൽ 100 കണക്കിന് ആളുകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. നാടിൻ്റെ, അതായത് ഈ ചെറുളി എന്ന ഗ്രാമം, ഈ ഗ്രാമത്തിലെ 4 കുരുന്നുകളാണ് ദുരന്തത്തിൽപ്പെട്ട് മരണത്തിന് കീഴടങ്ങിയിട്ടുള്ളത്. 4 പേരും 13 വയസ്സ് മാത്രം പ്രായമുള്ള കരിമ്പ ഹയർ സെക്കൻഡറി സ്കൂളിലെ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന, അതിൽ 3 പേരും ഒരേ ക്ലാസ്സിൽ പഠിക്കുന്നു എന്നുള്ള പ്രത്യേകത. അടുത്തടുത്തിരുന്ന് ക്ലാസ്സിൽ പഠിക്കുന്നു. ആ നാടിൻ്റെ ഒരു വല്ലാത്ത അവസ്ഥ തന്നെയാണ് ഓരോരുത്തരിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം എല്ലാവരും കുരുന്നുകൾ ഒരുമിച്ച് സ്കൂളിലേക്ക് പോകുന്നവർ ഒരുമിച്ച് പോയി വരുമ്പോഴാണ് തന്നെ അപകടം സംഭവിക്കുന്നു. ഒരു ലോറി മറിഞ്ഞ് അതിനടിയിൽപ്പെടുന്നു. 4 പേരും മരണത്തിന് കീഴടങ്ങുന്നു. ഈ 4 പേരും ഒരുമിച്ച് യാത്ര ചെയ്ത് അവരൊരു ദുരന്തത്തിനിടയായി മരണത്തിന് കീഴടങ്ങുന്ന അവസ്ഥയുണ്ടാകുന്നു. നാടാകെ, ഈ ചെറുളി എന്ന നാട് ആകെ ദുഃഖത്തിൽ തന്നെയാണ്. അവരെ അന്ത്യോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടി ഓരോ വീടുകളിലും 100 കണക്കിന് ആളുകളാണ് എത്തി അവസാനമായി ഈ കുരുന്നുകളെ ഒന്ന് കാണുന്നതിന് വേണ്ടി, അന്ത്യോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടി എത്തിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ വീടുകളിലും ജാതി മതഭേദമന്യേ എല്ലാവരും അന്ത്യോപചാരം അർപ്പിക്കുന്നു എന്നുള്ള പ്രത്യേകത കൂടി ഈ നാടിനുണ്ട്. ഈ ചെറുളി എന്ന ഈ ഗ്രാമം, ഒരു ചെറിയ ഗ്രാമം, പാലക്കാട് നിന്ന് ഒരു 20 കിലോമീറ്റർ അകലെ മാത്രമുള്ള ഒരു ഗ്രാമം. ആ ഗ്രാമത്തിൽ പഠിക്കുന്ന 4 കുരുന്നുകൾ. ഈ 4 കുരുന്നുകളും ഒരുപോലെ അപകടത്തിൽപ്പെട്ട മരണത്തിന് കീഴടങ്ങിയിരിക്കുകയാണ്. അത് അവർക്ക് സമാശ്വസിപ്പിക്കാൻ ഒന്നും കഴിയില്ലെങ്കിലും അത് അവസാനമായി ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി മാത്രം, അവസാനമായി ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി മാത്രം എല്ലാവരും വീടുകളിലേക്ക് എത്തുന്നു. ഈ വീടുകളും ഏകദേശം ഒരു 500 മീറ്റർ മാത്രം
അകലം മാത്രമേ ഉള്ളൂ ഈ 4 കുരുന്നുകളുടെയും വീടുകൾ. ഇവർ രാവിലെ മുതൽ ഒരുമിച്ച് നടന്ന് സ്കൂളിലേക്ക് പോകുന്നവർ, അതേപോലെ തന്നെ നടന്ന് സ്കൂളിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് എത്തുകയും നടന്ന് വരുന്നതിനിടെയാണ് ഈ അപകടം സംഭവിക്കുന്നത്. അവസാനമായി അവരെ നോക്കാനും അന്ത്യോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടി ഈ നാട്ടിലെ ഓരോരുത്തരും ഈ വീടുകളിലേക്ക് എത്തുന്നു. അല്പം മുമ്പ് കോങ്ങാട് MLA ശാന്തകുമാരി നിധിയുടെ വീട്ടിലെത്തിയിരുന്നു. അതുപോലെ ഓരോ വീടുകളിലും അവരെത്തി അന്ത്യോപചാരം അർപ്പിക്കാൻ എത്തിക്കുന്നതിനും ഈ ചടങ്ങുകൾക്ക് വേഗത്തിലാക്കുന്നതിനും അവരെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാകുന്നുണ്ട്. എല്ലാ ശ്രമവും ജനപ്രതിനിധികളുടെ ഭാഗത്തു നിന്നും ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഒക്കെ ഉണ്ടാവുന്നു എന്നുള്ളതും ഏറെ പ്രത്യേകതയുണ്ട്. അത് തന്നെയാണ് ഇപ്പോൾ ഓരോ വീടുകളിലും ഇപ്പോൾ ഈ നിദാ ഫാത്തിമ വീടുകളിൻ്റെ മതപരമായ ചടങ്ങുകൾ എല്ലാം ആരംഭിച്ചു കഴിഞ്ഞു. 8 മണി വരെയാണ് വീടുകളിൽ പൊതുദർശനത്തിന് വെക്കുന്നത്. 8 മണിക്ക് ശേഷം ഓരോ വീടുകളിൽ നിന്നും ഈ മൃതദേഹങ്ങൾ തൊട്ടടുത്തുള്ള ഒരു ഓഡിറ്റോറിയത്തിലേക്ക് മാറ്റും. ഓഡിറ്റോറിയത്തിൽ 10 മണി വരെയാണ് ഇപ്പോൾ മൃതദേഹം പ്രദർശനം വയ്ക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. ഈ ഓഡിറ്റോറിയത്തിലേക്ക് മന്ത്രി MP രാജേഷ്, അതുപോലെ മന്ത്രി K കൃഷ്ണൻകുട്ടി എന്നിവരും അന്ത്യോപചാരം അർപ്പിക്കാൻ എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു നാടിൻ്റെ ദുഃഖത്തിൽ, നാട്ടുകാരുടെ ദുഃഖത്തിൽ, വീട്ടുകാരുടെ ദുഃഖത്തിന് ഒപ്പം ചേരുക എന്നുള്ളത് മാത്രമാണ് ഓരോരുത്തർക്കും ചെയ്യാനുള്ളത്. അത് തന്നെയാണ് ഒരു നാട് ഒന്നടങ്കം. ഒരു നാട് ഒന്നടങ്കം വീടുകളിലെത്തി ആ ദുഃഖത്തിൽ പങ്കുചേരുന്നു. അത് തന്നെയാണ് ഇപ്പോൾ നിദാ ഫാത്തിമയുടെ വീട്ടിലും. കാരണം നിദാ ഫാത്തിമയുടെ പിതാവും അതേപോലെ തന്നെ മാതാവും ഈ വീട്ടിലാണ്. അത് ഒരുമിച്ച് ഉണ്ട്. ഒരു സഹോദരനുമുണ്ട്. ഒരു സഹോദരൻ മാത്രമാണ് നിദാ ഫാത്തിമയ്ക്കുള്ളത്. നിദയുടെ ചേട്ടനാണ്, കോളേജ് വിദ്യാർത്ഥിയാണ്. എന്തായാലും വലിയ ഒരു ദുരന്തത്തിന് ഈ നാട്, ഈ പനയമ്പാടം വളവിലുണ്ടായ അപകടത്തിൽ ഒരു നാട് ആകെ തേങ്ങുകയാണ് ആതിര. അത് തന്നെയാണ്. ആ ഓരോ മിനിറ്റ് കൂടുന്തോറും ആളുകൾ, നിരവധി പേർ വീടുകളിലേക്ക് എത്തുന്നു. സ്ത്രീകളും കുട്ടികളും മുതിർന്നവരും പ്രായമായവരും ഉൾപ്പെടെ നിരവധി പേർ അവസാനമായി ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി, അന്ത്യോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടി വീടുകളിലെത്തുന്നു. 8 മണി വരെയാണ് വീടുകളിൽ പൊതുദർശനം ഓരോ വീടുകളിലും നിശ്ചയിച്ചിട്ടുള്ളത്. അതിനുശേഷം ഇവരെ തൊട്ടടുത്തുള്ള ഓഡിറ്റോറിയത്തിൽ മൃതദേഹങ്ങൾ അങ്ങോട്ട് പൊതുദർശനത്തിന് വേണ്ടി പൂർണ്ണമായും മാറ്റും. 12 മണിക്ക് മുമ്പ് തുപ്പനാട് ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ ഇവർക്ക് 4 പേർക്കും ഒരിടത്താണ് അന്ത്യവിശ്രമം കൊള്ളുന്നതിന് വേണ്ടിയുള്ള ഖബറുകൾ തയ്യാറാക്കിയിട്ടുള്ളത്. ഒരുമിച്ച് യാത്ര ചെയ്ത, ഒരുമിച്ച് സ്കൂളിലേക്ക് പോയ, ഒരുമിച്ച് മദ്രസകളിലേക്ക് പോകുന്ന, ഒരുമിച്ച് ഓരോ യാത്രകളിലും പങ്കെടുക്കുന്ന, ദിവസവും ഒരുമിച്ച് രാവിലെയും വൈകുന്നേരം ഒരുമിച്ച് വീട്ടിലേക്ക് നടന്നു വരുന്ന ഈ കുരുന്നുകൾ അന്ത്യവിശ്രമം കൊള്ളുന്നതും ഒരുമിച്ചാണ് എന്നത് മാത്രമാണ് ഏറെ ഖേദകരമായ കാര്യം തന്നെയാണ്. അത്രയ്ക്ക് 13 വയസ്സ് മാത്രം പ്രായമുള്ള 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന 4 കുരുന്നുകൾ, പഠനത്തിലേറെ മികവുള്ള 4 പെൺകുട്ടികൾ. ഈ കുട്ടികൾക്ക് ഒരു അന്ത്യയാത്ര നൽകുന്നതിനുള്ള പരിപൂർണ തയ്യാറെടുപ്പിലാണ്. അതിനുള്ള ചടങ്ങുകളാണ് ഓരോ വീടുകളിലും നടക്കുന്നത്.